പേടിച്ചു പോയാ? ഏതു നേരം മന്ത്രം പഠിച്ചോണ്ടിരുന്ന എങ്ങനാ? ഏം പുറത്തേക്ക് പോണ വരണ? എവിടെ പോകാൻ? പുറത്തു ഒരു ഒലവുണ്ട്, ഏം കാട്ടിത്തരാം. വേണ്ട വള്ളി, വള്ളിക്ക് കൂട്ടുകാരികളുണ്ടല്ലോ, അവിടെ കൂടെ പോകാമല്ലോ. കൂട്ടുകാരനുള്ളപ്പോ തോഴികൾ എന്തിനാ? വാ പോവാം. ഏനി തോഴനും കൂട്ടരും ഒന്നും വേണ്ട. ഏനെന്ത് പാടുവിട്ടാ അവരുടെ ഇടയിൽ നിന്ന് പോരണേന്ന് നിങ്ങൾക്കറിയോ? വള്ളിയുടെ അച്ഛനറിഞ്ഞാൽ വള്ളിയെ വഴക്ക് പറയില്ലേ? എന്തിന്? നിങ്ങളിൽ പെട്ടവനല്ലാത്ത ഒരുത്തന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ. ഏൻ എത്ര നിർത്തി ചൊല്ലിയിരിക്കണം, അങ്ങനെ ചൊല്ലരുതെന്ന്. ഇവിടെ വന്നാ പിന്നെ വേറെ കൂട്ടമില്ല. ഞാൻ വള്ളി വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് ആയുഷ്കാലം മുഴുവനും എനിക്ക് കടപ്പാടുണ്ട്. അതൊന്നും ഏന് വേണ്ട. ഏന് ഇങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ കിട്ടിയാ മതി. വള്ളി, അച്ഛനോ മറ്റോ വന്നാൽ അവരെന്നെ കുറിച്ച് എന്തു വിചാരിക്കും? ആര് വന്നാലും ഏനൊന്നുമില്ല. ഏന് നിങ്ങൾ മാത്രം മതി. വള്ളിയുടെ അച്ഛന്റെ അടുത്ത് ഞാൻ തെറ്റുകാരനായിക്കൂടെ വള്ളി? അച്ഛൻ ഇന്നാന്ന് വെച്ചാ ജീവനായിപ്പോ ഏനെ പോലെ. അച്ഛന് ഏതാണ്ടൊക്കെ നനച്ചു വെച്ചിരിക്കണം. പോകാം വള്ളി, സമയമേറെയായി. അച്ഛൻ അന്വേഷിക്കും. ഇനി നാളെ സംസാരിക്കാം. മോളെ മേരിക്കുട്ടി, എന്താ തുമ്മൻ ചേട്ടാ? പൗലോച്ചായനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ അറിഞ്ഞില്ലേ? എന്താ ചേട്ടാ, പൗലോച്ചായൻ എവിടെയാ? നീ അറിഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നമ്മുടെ പൗലോച്ചനെ കർത്താവ് തിരിച്ചു വിളിക്കുന്ന മോളെ കേൾക്കണത്. എന്റെ കർത്താവേ, ഇതുപോലൊരു പെരുമാറ്റവും സ്നേഹവും വള്ളിയുടെ അച്ഛനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ ഇഷ്ടം തോന്നിയാ അങ്ങനെയാ, എന്തും ചെയ്തു കൊടുക്കും. എന്തെന്ത് വിദ്യകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഓ, എല്ലാം പഠിപ്പിച്ചത് ഏൻ. പേരച്ഛനും ഏനിനി ഒന്നും പഠിപ്പിക്കില്ല. എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ? ഓ, അങ്ങനെയാ? എന്നാ നോക്കിക്കോ. എങ്ങനെ? അയ്യോ വള്ളി, എനിക്ക് പേടിയാവുന്നു. വള്ളി വേണ്ട, വള്ളി വള്ളി വേണ്ട, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയമാവുന്നു ഇവിടെ നിൽക്കാൻ. ഏനല്ലല്ലോ എല്ലാം പഠിപ്പിച്ചത്, അച്ഛനല്ലേ? വള്ളി, എനിക്ക് പേടിയാവുന്നു വള്ളി. വേണ്ട വള്ളി, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? പേടിക്കണ്ട, എന്റെ കയ്യിൽ കയറിക്കോളൂ. ഇനി എന്നും ഇങ്ങനെ കയ്യിലിരുന്നാ മതി. ഏൻ എപ്പോഴും കാണാലോ, എവിടെയും പോവില്ലല്ലോ. എത്ര വലിയ രൂപമാണ് നീ. നിന്നെ കണ്ടിട്ടേ എനിക്ക് ഭയമാവുന്നു. എന്തിനാ പേടിക്കണേ? ഏൻ മുറുക്കി പിടിച്ചോളാം. ഒന്ന് വിടു വള്ളി, ഒന്നും വേണ്ട, നീ എന്നെ താഴെ ഇറക്കിയാ മതി. എന്നാ ഇറങ്ങിക്കോ. അയ്യോ, നീ എന്നെ ഭയപ്പെടുത്തിക്കണമെന്നല്ലോ വള്ളി. ഈ വിദ്യ ചൊല്ലിത്തരട്ടെ? അറിയ ഇപ്പോ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. ഏനെ ഒന്നാ കയ്യിലെടുക്കൂ. പിന്നെ പിന്നെ എടുത്തു അവിടെ തന്നെ നിന്നേ മതി.
ഏന് ആ കയ്യിലേറി നിൽക്കാൻ കൊതിയായിട്ടല്ലേ? ഒന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഏനിപ്പ ഇവിടെ കിടന്നു നിലവിളിക്കോ? ശരി, എന്നാല് വന്നേക്ക. ഏൻ മോഹിച്ചിട്ടല്ലേ? ആ കറിക്കോ. അങ്ങനെ ഏനിനി ഇറങ്ങൂലല്ലോ. ഏനിവിടെ തന്നെ നിൽക്കും. ഞാനിപ്പൊ താഴെയിടും. അയ്യോ, ഏനെ താഴെ ഇടല്ലേ. വേണ്ടെങ്കി ഏനെ നിലത്ത് നിർത്തിക്കോ. ഇനി പതുക്കെ. താഴെ ഇറങ്ങ. ഇതുപോലെ കുറെ വിദ്യകളുണ്ട്. എല്ലാം ഏൻ പഠിപ്പിക്കാട്ടോ. വള്ളിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ? നിന്റെ പഠിപ്പിക്കലും പഠിക്കലും കുറെ ഏറണുണ്ട്. അച്ഛന്റെ സ്ഥാനം കറുപ്പനില്ലല്ലോ. അതില്ലെങ്കിലും ഏനൊരു സ്ഥാനം തരുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. വേണ്ടാത്തതിലൊന്നും കറുപ്പൻ തലയിടണ്ട. വേണ്ടാത്തത് ചെയ്യുന്നത് കാണുമ്പോ ഏന് ചോദിക്കാൻ അധികാരമുണ്ട്. ഏൻ ചോദിക്കും. കറുപ്പ, ഏൻ എന്തും ചെയ്യും. അത് ചോദിക്കാൻ കറുപ്പന് അധികാരമില്ല. ഉണ്ടായാൽ എന്നും ഉണ്ടാകില്ല. വള്ളി, കറുപ്പൻ ഉശിരോടെ ഇരുന്ന നിനച്ചതൊക്കെ നടത്തും. നീ നിനക്കുന്നത് നടക്കാൻ പോണില്ല. അത് കാണാം. വള്ളി, ഈ കറുപ്പനാണ് ചൊല്ലുന്നത്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത വിദ്യകളാണ് പൗലോസ് വശത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നാ? എന്റെ സ്ഥാനം നിനക്ക് തരാൻ. അതിനൊക്കെ ഇടം വെച്ചത് എന്റെ മോൾ വള്ളിയ. എന്നോട് കാണിച്ച സ്നേഹത്തിന് എന്റെ ജീവിതം തന്നെ കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കണ്ട. എന്റെ മോൾ കൊതിച്ചതെന്തും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ എന്റെ മോളെ കെട്ടണം. അതാണ് എന്റെയും അവളുടെയും മോഹം. പൗലോസ് കുട്ടി, എന്റെ പൗലോസ് കുട്ടി വരുന്നു. എന്റെ പൗലോസ് കുട്ടി വരുന്നു. തോമാ, തോമാ, എന്റെ പൗലോസ് കുട്ടി വരുന്നു. അച്ചോ, അച്ചോ, എന്ത് പറ്റി അച്ചോ? പൗലോസ് കുട്ടി എവിടെയാണച്ചോ? നമ്മുടെ പൗലോസ് കുട്ടി എവിടെയാണച്ചോ? എന്താ തോമ്മ? പൗലോസ് കുട്ടി വന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഈശോ മിശിഹായ തമ്പുരാനെ, കാരുണ്യമുള്ള കന്യാമറിയമേ, എനിക്കെന്റെ മോനെ കാണാനൊക്കില്ലേ? കർത്താവേ, എന്തേ ഒരു വല്ലായ്മ? എന്തേ മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാണ്? എനിക്ക് അഭിപ്രായമുണ്ട്. എല്ലാം തീരുമാനിച്ചില്ലേ? അച്ഛന്റെ തീരുമാനം ഇഷ്ടായില്ലേ? ഞാൻ ആരുമില്ലാത്തവനാണ് വള്ളി. ഏനില്ലേ? എല്ലാം കിട്ടാൻ പോണ നേരത്ത് ഞാൻ ഇഷ്ടായില്ലേ? ഇവിടെ ഒരു ദുഃഖം ഉണ്ടാവില്ല. അച്ഛന്റെ സ്ഥാനം കിട്ടിയ എല്ലാരും അവിടുത്തെ അടിമകളാണ്. ഏനും സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് ആഗ്രഹമില്ല വള്ളി. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിനെന്താ? എന്റെ നാട് വിട്ടിട്ട് എത്രയോ നാളായി. ചത്തു ജീവിച്ച പഴയതെല്ലാം ഓർമ്മ വരുമോ? ഞാൻ മരിച്ചില്ലല്ലോ. അവര് കൊന്നിരുന്നെങ്കിലോ? അത് ഇതിലും ഭേദമായിരുന്നു. നോക്ക്, അച്ഛനോട് വാക്ക് പറഞ്ഞത് മറന്നോ? ഇനിയും തിരിച്ചു പോണോ? വള്ളി കരയുന്നു. ഞാൻ വാക്ക് തെറ്റിക്കില്ല.
പക്ഷേ എന്റെ വേദന നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ അച്ഛനെ കാണാതെ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ വള്ളിക്ക് എന്ത് തോന്നുമായിരുന്നു? വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല വള്ളി, എനിക്ക് സ്നേഹിക്കാൻ നാട്ടിൽ ഒരാളേ ഉള്ളൂ. ഒരു വലിയ മനുഷ്യൻ എന്നെ മകനെ പോലെ വളർത്തി. എന്നെ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. ആരുമില്ലാത്ത എനിക്ക് ജീവിതം തന്ന ആ മനുഷ്യനെ ഓർത്താണ് എന്റെ ദുഃഖം മുഴുവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതം തന്നയാളോടോ മരണത്തിൽ നിന്നും രക്ഷിച്ചയാളോടോ കൂടുതൽ ഇഷ്ടം? ജീവിതം കിട്ടിയതിന് ശേഷമല്ലേ മറ്റെല്ലാം ഉണ്ടാകുന്നുള്ളൂ. എന്നെ വഴിയരികിൽ വീണ് മരിക്കാനിടയാകാതെ കാത്ത് ആ വലിയ മനുഷ്യനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. എന്നുവെച്ച് വള്ളിയോട് എനിക്ക് കടപ്പാടില്ലെന്നില്ല. എന്നെ കാണാതെ നിത്യവും നെടുവീർപ്പും കണ്ണുനീരുമായി കഴിയുന്ന വയസ്സായ എന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലൊരു മുള്ളായി വേദനിപ്പിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ സാധ്യമല്ല വള്ളി. എന്നെ തനിച്ചാക്കിയിട്ട് പോകാനാ? ഇല്ല വള്ളി, വള്ളിയെയും അച്ഛനെയും വഞ്ചിച്ചിട്ട് ഞാൻ പോവുകയില്ല. എനിക്കായി ഒരു ദുഃഖവും പേരണ്ട. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. പോണം, എടുത്തു വളർത്തിയ ആ മനുഷ്യനെ കാണണം. എന്റെ അനുവാദത്തോടെയല്ലേ പോണത്? വള്ളി, മന്ത്രവിദ്യ കൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് കടന്നു കളയാമായിരുന്നിട്ടും അങ്ങത് ചെയ്തില്ല. പൊയ്ക്കുള്ളൂ. ഇവിടുന്ന് പോയാൽ എല്ലാവരും പല്ലെറിഞ്ഞ് തിരക്കോടും. പോയല്ലോ എന്നോർത്ത് കരയാൻ നീ മാത്രമേ കാണൂ. ഞാൻ വേണ്ടി അളച്ചിടില്ല. എല്ലാ വേദനകളും ഞാൻ സഹിച്ചോളാം. മറികടക്കാൻ നിലവിലില്ല. ഞാനോ? ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഏന് നീയാണ് തടസ്സം. നിന്റെ പ്രാണനെടുത്തിട്ടേ ഞാൻ ഇറങ്ങൂ. അല്ല പൗലോസല്ല, കറുപ്പ, നീ ആയുധമില്ലാത്ത ഒരുത്തനെ ചതിച്ചു കൊല്ലാൻ നോക്കി. വഞ്ചന പാടില്ലെന്ന ഇവിടെ ആദ്യം സത്യം ചെയ്യുന്നു. നീ ഇത് മറന്നു. അതിനുള്ള ദണ്ഡന കൊലയാ. നിന്റെ ശൂലം കൊണ്ട് തന്നെ നീ ചാകണം. മാപ്പ് ഇക്കുറി അടിയനോട് പൊറുക്കണം. ഇതിന് വിട്ടുവീഴ്ചയില്ല. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യൂല. പൗലോസ്, കറുപ്പനെ സൂക്ഷിക്കുക. എന്റെ സ്ഥാനവും മകളെയും കിട്ടാത്ത പകയാണവനെ. ഏതായാലും കൊല്ലാൻ പാടില്ല. ഏനുവിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്തു പോകാൻ. എന്താ ഇത്? ഇതൊടുത്ത് വേഗം ഒരുങ്ങിക്കോ.
ഗുഹാമുഖത്തെ കാവൽക്കാരെ ഞാൻ മയക്കിക്കിടത്തിക്കോളാം. 3:45 നാഴികയ്ക്ക് മുൻപ് അവിടെ എത്തണം. ഇല്ലെങ്കിൽ ഇവിടെ തിരക്കും. പോകാനും പോകാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഞാനിപ്പോ. നിങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞ് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട. അങ്ങ് പോയേ മതിയാവും. വേഗം പോയി അങ്ങയുടെ അച്ഛനെ കാണണം. ഈ ഗ്രന്ഥം എന്നും കയ്യിൽ സൂക്ഷിക്കണം. എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് മതി. ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ ഇടയാകരുത്. വള്ളിയെ ഞാനെന്നും നന്ദിയോടെ ഓർക്കും. കർത്താവേ, ആ ഏരിയ എവിടെ പോയി കിടക്കുകയാണാവോ? കറിയാച്ചനാണെങ്കിൽ മഹാശുണ്ടിക്കാരനാ. എന്താ ചെയ്യ? കറിയാച്ചൻ വാഴത്തോപ്പി കാത്തിരുന്നിരുന്നിരുന്ന് വാല് മുളച്ചു കാണും. അവളുടെ ഒരു പോക്ക് ഒരു പോക്കാ, അല്ലെങ്കിൽ അവൾ പോക്കാണല്ലോ. എന്റെ ഏരിക്കുട്ടി, നീ എന്നെ കൊലക്ക് കൊടുക്കുമെന്നാ തോന്നണത്. അയ്യോ കടിച്ചതേ, അയ്യോ അതെ ചുടുങ്ങണം പിടിച്ചു. അയ്യോ നീ കടിക്കണ്ട. അയ്യോ അയ്യോ ചുടുങ്ങണം. നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാനിവിടെ ഒരു മൊയിലിനെ പിടിക്കാനായിട്ട് ഓട്ടിക്കുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? കിട്ടി. ഞാൻ കൊടുത്തയച്ചല്ലോ. അല്ല അല്ല, ഈ കയറും കൊണ്ടെങ്ങോട്ടാ? അതെ, ഏരിയാമേടുള്ള ദേഷ്യത്തിന് അബദ്ധമൊന്നും കാണിക്കരുത്. ഈ അബദ്ധമൊന്നും ഞാൻ ചെയ്യത്തില്ല ഇത്താപിരി. എനിക്കറിയാം. ആദ്യം ഒന്ന് പിടിച്ചു കെട്ടാൻ ഇറങ്ങിയതാ. ഏരിയാമേ അവിടെ ആങ്ങളുടെ വീട്ടിൽ പോയിരിക്ക. അല്ല, എപ്പോഴാ പോയത്? ഇന്ന് രാവിലെ. 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇന്ന് കറിയാച്ചൻ എന്നെ പിടിച്ച് കറി വെച്ചു. കാണാതെ കുത്തിയിരിക്കണേ. വന്ന് കേറിയോ? വന്നത് പിടിച്ചില്ലല്ലോ. കൈവിടാമോള് ചവിട്ടി കുറവേ വെക്കും. നിന്റെ ഒരു പൗലോച്ച് കള്ളം കുടിച്ചോണ്ട് വന്ന് കേറിയിട്ടുണ്ട്. ഇങ്ങനെ പൂരായിരിക്കും.
കുറച്ച് വെള്ളം തരാമോ കുടിക്കാൻ? അച്ഛനിങ്ങോട്ട് ഇരുന്നാട്ടെ. അച്ഛനെ ഇവിടുന്ന കുറെ ദൂരെ ഉള്ളതാ. എനിക്കല്പം ആഹാരം എന്തെങ്കിലും തരാമോ? ഞാൻ തന്നെ വളരെ കഷ്ടത്തിലാണ് അച്ഛോ കഴിയുന്നത്. കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നുമില്ല. പാത്രത്തിൽ 1 മണി അരിയെങ്കിലും കാണാതിരിക്കുമോ? എന്തിനാണ് അച്ഛോ 1 മണി അരി? ചെന്ന് നോക്ക്, ഉള്ളതെടുത്തുകൊണ്ട് വരൂ. ആ. പാത്രം കൊട്ടിക്കൊടിഞ്ഞ് നോക്കിയിട്ട് ഇതേ കിട്ടിയോളൂ അച്ചു. കർത്താവിന് വിചാരിച്ച് വെള്ളം തിളപ്പിച്ച് ഈ അരി കലത്തിലിട്ടു. കർത്താവ് ഒരു കാലം ചോറ് തരും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കൂ. കർത്താവ് കരുണയുള്ളവനാ. ഒരു പിടി അന്നം തരണേന്ന് രാത്രി മുഴുവൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടച്ചു. ആ, ഞാനിട്ടേക്കാം. എന്റെ കർത്താവേ, ഇതെന്തൊരു കളിയാ! അച്ചോ, അച്ചോ, വന്നു. ഇതെന്ത് അതിശയമാ! തലമുറ ചോറ്. ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണയുള്ളവനാണെന്ന്. ഒന്നുമല്ല, അച്ഛന്റെ കൈപ്പുണ്യം കൊണ്ടാ. എന്തായാലും ചോറ് കിട്ടിയില്ലേ, നമുക്ക് വയറ് നിറയെ കഴിക്കാം. വരും. അച്ഛോ അച്ഛോ ഒന്ന് കണ്ണു തുറന്നേ. ഇതാരാന്ന് നോക്കിക്കേ, നമ്മുടെ പൗലോസൂട്ടി വന്നിരിക്കുന്നു. എന്റെ പൗലോസൂട്ടി വന്നോ? എന്റെ പൗലോസൂട്ടി വന്നോ? വന്നച്ചോ, ഇനി അടുത്ത് വാങ്ങുനി. അച്ഛന്റെ അടുത്ത് വന്നിരിക്കെ. വേണ്ടച്ചോ, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. സമാധാനമായി പൗലോസൂട്ടി. ഇനി എനിക്ക് കർത്താവിന്റെ അടുത്തേക്ക് പോവാം. അച്ചോ, മോന് തരാൻ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. അച്ഛനിതാ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു.
അസ്സലാമു അലൈക്കും. ഇരിക്കുവല്ലേ? താൻ എന്തിനാണോ വന്നത്? അച്ഛനാ ആറ്റുകട വരെ ഒന്ന് വരണം. അവിടെ പിശാചിന്റെ ശല്യമാണെന്നാ പറയുന്നത്. പിശാചിന്റെ ശല്യമോ? അതെ. അത് കൊള്ളാമല്ലോ. ആ, വന്നാൽ അതൊന്ന് കാണുകയും ചെയ്യാമല്ലേ? ശരി, താൻ പൊയ്ക്കുള്ളൂ. തമാച്ച, രാത്രി ആറ്റിടൽ പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. തന്റെ കൂടെ ഐത്താപ്പിരി ഒന്ന് വിളിച്ചോളൂ. ആ, ഹരിയാരെന്താ പതിവില്ലാതെ? നമുക്കൊരു മോളുള്ള വിവരം നിങ്ങൾക്കറിയാലോ. ബിയാത്തിന് എന്തു പറ്റി? നമ്മൾ അവരുടെ നിക്കാഹ് നടത്താൻ ഉറച്ച്. അതേതായാലും നന്നായി. എവിടെയാണ് ബിയാത്തിനെ കെട്ടിച്ചയക്കുന്നത്? എങ്ങും അയക്കണില്ല എന്ന്, വീട്ടിൽ തന്നെ. എന്ത്? വീട്ടിലോ? നിങ്ങൾ നമ്മുടെ കുഞ്ഞാലിന്റെ കാര്യം മറന്ന. പെങ്ങള് പെണ്ണും കെട്ടിയവനും അപകടത്തെ മെയ്യത്തായപ്പോ ഓനെ നമ്മുടെ കയ്യിലാ ഏൽപ്പിച്ചത്. ഓന്റെ ബാപ്പയും ഉമ്മയും എല്ലാം നമ്മളാ. ഇനിയിപ്പം ബിയാത്തുനെ കെട്ടിച്ചു കൊടുത്ത് നമ്മുടെ കച്ചവടക്കാരെ ഓനെ ഏൽപ്പിച്ച നമുക്ക് സമാധാനായി. അത് കൊള്ളാമല്ലേ? അങ്ങനെ പറഞ്ഞാ പോരാ, നിങ്ങൾ വന്നിരുന്ന് നമ്മൾ നമ്മോടെ നിക്കാഹ് നടത്തി തരണം. അതാണ് നമ്മുടെ ആശ. അതിനെന്താ, ഞാൻ കൂടെ വന്നിരുന്ന് നമ്മുടെ ബിയാത്തിന്റെ നിക്കാഹ് നടത്തും. നമുക്ക് സന്തോഷായി. പിന്നെ കുഞ്ഞാലിയുടെ ബാപ്പന്റെ സ്ഥാനത്ത് നിങ്ങൾ വേണം നിൽക്കാൻ. അലിയാരുടെ കൂടെ ഞാനുണ്ടാകും. എന്റെ ഒരു ചങ്ങാതി അലിയാർ മാത്രമാണ്. അത് മതി. അപ്പോ നമ്മൾ ഇറങ്ങട്ടെ അച്ചു. ശരി. കർത്താവേ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെന്തൊരു കൂത്താ! ഈ ഇത്താപ്പിരി ചേട്ടന് മുഴുപ്പില്ല. എനിക്കൊരു പിരിയില്ലടി എലിയാമേ. നീ എന്റെ എല്ലാ പിരി അഴിച്ചിട്ടേക്കല്ലേ. നമ്മുടെ ഈ നിപ്പും പിന്നെ ഈ ഇരിപ്പും പിന്നെ ഈ വേഷമൊക്കെ കൂടെ കാണുമ്പോ അത് ഞാൻ ഇങ്ങാനും വന്നാ പലൊക്കെ വിചാരിക്കൂലേ? അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കൂല്ലടി കള്ളി. ഒന്ന് മാറി നിൽക്കാൻ. ഞാനിതൊക്കെ മാറി. നീ ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ മാറുന്നേ? ഇത്താപ്പിരി ചേട്ടാ, എന്റെ വായിന്ന് നല്ല എന്നെ കേൾക്കും കേട്ടോ. നട്ടുച്ച നേരത്ത് വന്നെന്ന് പറയുന്ന വർത്തമാനം കിട്ടില്ല. എലിയാമേ അവിടെ നടി. നീ അറിഞ്ഞില്ലേ? എന്തോന്നു? ഞാനിപ്പോ അച്ഛന്റെ കൂടെയാ. ഏതച്ഛന്റെ കൂടെ? പള്ളിയിലെ അച്ഛന്റെ കൂടെ. അല്ല പിന്നെ. കൊള്ളാം. ഞാൻ ആയക്കൂടെ കേറി പറ്റിയടി. അപ്പൊ പിന്നെ തൊമ്മനെപ്പോഴാ അവിടെയെന്നും എപ്പോഴാ ഇവിടെയെന്നും എപ്പോഴാ എവിടെയൊക്കെയെന്നൊക്കെ എനിക്കറിയാവല്ലോ. അറിയാവല്ലോ. ആ. അറിഞ്ഞോണ്ട് ഇവിടെ തന്നെ നിന്നാ മതി. ശരി ശരി. ഞാൻ ഇന്ന് കണ്ടതും ശരിയായില്ല, വന്നതും ശരിയായില്ല, നിന്നതും ശരിയായില്ല. ഇന്ന് ഞാൻ ഏത് ശവത്തിനെയാണാവോ കണി കണ്ടത്? ഓ, ആ തൊമ്മന്റെ തിരുമുഖം. അപ്പൊ പിന്നെ ശരിയാവില്ല. എല്ലാം കൂടി ആടിക്കൂടി വന്നതാ. അപ്പോഴേക്കും അവള്. കർത്താവേ, എന്തൊക്കെയായാലും എന്റെ മനസ്സ് ശുദ്ധമാന്നേ.